ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 82ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. വീണ്ടും ശ്രീ ശുക മഹർഷി ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം വീണ്ടും പറയുകയാണ്. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടു, 4 പുരുഷാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള മോക്ഷത്തെ തന്നെ പ്രദാനം ചെയ്യുന്നതാണ്. ഈ ഒരു ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്ക് 3 വിധത്തിലുമുള്ള താപങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ കഴിയും തുടങ്ങി വലിയ കുറേ അനുഗ്രഹങ്ങൾ ഈ ഒരു ശ്രീമദ് ഭാഗവത ഗ്രന്ഥം കൊണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അത് തുടരുകയാണ്. ശ്രീമദ് ഭാഗവതം പുരാണതിലകം. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പുരാണങ്ങളിലെ തിലകമാണ് എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. നമുക്കറിയാം, 17 പുരാണങ്ങളും രചിച്ചതിന് ശേഷവും ശ്രീ വ്യാസഭഗവാന് തൃപ്തിയാകാഞ്ഞിട്ട് മനസ്സിന് താൻ ചെയ്യേണ്ടത് ചെയ്തു എന്നൊരു സംതൃപ്തി ഉളവാകാതിരുന്നത് കൊണ്ട് ശ്രീ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രചിച്ചതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോൾ ലോക നന്മയ്ക്കായിക്കൊണ്ട് ലോകത്തിലുള്ള സർവ്വജനങ്ങൾക്കും വേണ്ടിയിട്ട് അവരെയും കൂടി താൻ അനുഭവിക്കുന്ന ആത്മാനന്ദത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് ലോകോപകാരകമായിട്ട് രചിച്ചതാണ് എന്ത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം അതുകൊണ്ട് തന്നെ 18 പുരാണങ്ങളിലും വെച്ച് 17 പുരാണങ്ങൾക്ക് ശേഷം രചിച്ച ശ്രീമദ് ഭാഗവതം എന്ന ഈ 18ാമത്തെ പുരാണവും കൂടി ചേർത്ത് 18 പുരാണങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതിനൊക്കെ തിലകക്കുറിയായി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 17 പുരാണങ്ങൾക്കും അലങ്കാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന മഹാപുരാണം. അതാകട്ടെ യദ്വൈഷ്ണവാനാം ധനം, വൈഷ്ണവന്മാർക്ക് വിഷ്ണു ഭക്തന്മാർക്കുള്ള ഏറ്റവും വലിയ ധനമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം. നമുക്കറിയാം, മള്ളിയൂർ തിരുമേനിയെ പോലെ ഉള്ളവരുടെയൊക്കെ ബാഹ്യമായ അവരുടെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് ഭൗതിക ലോകത്തിൻ്റെ കണ്ണിൽ അവർ ദരിദ്രരായിരുന്നു എന്ന് തോന്നിയിരുന്നാലും അവരായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ. കാരണം ശ്രീമദ് ഭാഗവതത്തെയും ഭഗവാനെയും സദാ കൂടെ കൂട്ടിയിരുന്ന ശ്രേഷ്ഠനായിട്ടുള്ള മഹാഭാഗവതരായിരുന്നു, ഭാഗവതോത്തമനായിരുന്നു മള്ളിയൂർ തിരുമേനി. അപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം തന്നെയാണ്. അപ്പോൾ യദ് വൈഷ്ണവാനാം ധനം, ഇതാകട്ടെ വൈഷ്ണവരുടെ വിഷ്ണു ഭക്തന്മാരുടെ ഏറ്റവും വലിയ ധനമാണ്. യസ്മിൻ പാരമഹംസ്യമേവം അമലം, യസ്മിൻ ഇതാകട്ടെ പാരമഹംസ്യം ഏവം അമലം ജ്ഞാനം പരം ഗീയതേ. യസ്മിൻ യാതൊന്നിലാണോ പാരമഹംസ്യം, പരമഹംസന്മാരായിട്ടുള്ള യോഗികൾ ഏവം അമലം ജ്ഞാനം പരം ഗീയത്തെ, യാതൊന്നിൽ ഈ പരമഹംസന്മാരായിട്ടുള്ള യോഗികൾ അവർ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നതായിട്ടുള്ള ജ്ഞാനം, അതായത് ആ ബ്രഹ്മാത്മൈക്യ ജ്ഞാനം അതെങ്ങനെയുള്ളതാണ്? അമലം പരം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്.
അമലമായിട്ടുള്ളതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള കളങ്കവുമില്ലാത്തതായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഈ ബ്രഹ്മാത്മൈക്യ ജ്ഞാനം എന്ന് പറയുന്നത് ഗീയതയെ ഏറ്റവും ഉത്കൃഷ്ടമായി തന്നെ അത് കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ യത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ജ്ഞാന വിരാഗ ഭക്തി സഹിതം. ഈ ബ്രഹ്മാത്മൈക്യ ജ്ഞാനം ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവയോടുകൂടി ചെയ്യപ്പെടുന്ന നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. അതായത് ഈ ശരിയായ ബ്രഹ്മജ്ഞാനം നേടുകയും ഭഗവാൻ എന്നത് എന്താണ് എന്ന് ആ തത്വത്തെ നന്നായി മനസ്സിലാക്കുകയും അതിലൂടെ അതിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞ ഒരു വ്യക്തിക്ക് ബാക്കിയെല്ലാം എത്രയോ നിസ്സാരമാണ്. താൻ ഇത്ര കാലവും ഓടിക്കൊണ്ടിരുന്നത്, നേടുവാൻ ശ്രമിച്ചത് തുച്ഛമായിട്ടുള്ളവയായിരുന്നുവല്ലോ എന്ന തിരിച്ചറിവ് വരുമ്പോൾ ബാക്കിയുള്ളതിനോടൊക്കെ തോന്നുന്ന വിരാഗം അല്ലെങ്കിൽ വൈരാഗ്യം, രാഗമില്ലാത്ത അവസ്ഥ, അതിനോടൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥ, അതിനോടൊന്നും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ, പിന്നെയോ ഭക്തി, അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ, ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തനിക്ക് എന്താണോ നേടേണ്ടത്, ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ തത്വത്തെ സ്വായത്തമാക്കുവാൻ, അല്ല ആ തത്വത്തിലേക്ക് അലിഞ്ഞു ചേരുവാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. ആ അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. മറ്റൊന്നിനോടും, ഭൗതികമായ ഒന്നിനോടും തന്നെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത, രാഗമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ തനിക്ക് വേണ്ടതായിട്ടുള്ള തൻ്റെ ഈ യാത്ര എന്തിനാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പരമമായ ഒന്നിലേക്ക് ലയിച്ചു ചേരുവാനുള്ള ഒരു മനസ്സിൻ്റെ അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം, അഥവാ ബാക്കി ഒന്നും അറിയാതെ ഈ ഭൗതിക ജീവിതത്തിൽ അങ്ങനെ രമിക്കുമ്പോൾ, അങ്ങനെ ആ ഒരു യാത്ര തുടരുമ്പോഴും ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ യാതൊരു സത്യത്തെയാണോ തനിക്ക് അറിയേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സത്യത്തിലേക്ക് ചെന്ന് ലയിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രയാണമായി മാറുന്നു ഈ ജീവിതം. ആ ഒരവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. നദികളൊക്കെ നമുക്കറിയാം, ഹിമാലയത്തിൽ നിന്നുമൊക്കെ പുറപ്പെടുന്ന നദികൾ പല കൈവഴികളായി പിരിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അത് വീണ്ടും അനന്തമായ സമുദ്രത്തിൽ വന്ന് ലയിക്കുന്നത് പോലെ അതിൻ്റെ പ്രയാണം എങ്ങോട്ടേക്കാണ്? ഈ സമുദ്രത്തിലേക്ക് ലയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണമാണ്. ഇത് നേരത്തെ അറിഞ്ഞാലോ എളുപ്പമായി, പാത വെട്ടിത്തെളിച്ച് മുന്നോട്ടേക്ക് പോകാൻ എളുപ്പമായി. ഇവിടെ അതുപോലെയാണ് നമ്മളുമൊക്കെ ആ ഈശ്വരൻ എന്ന സത്യത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. തിരികെ ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുകയാണ് ഓരോ മനുഷ്യജന്മത്തിൻ്റെയും ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മുൻപോട്ടേക്കുള്ള വഴി വെട്ടിത്തെളിച്ച് പോകുവാൻ എളുപ്പമായി. അതാണ് ആ പരമമായ ബ്രഹ്മാത്മൈക്യ ജ്ഞാനമാണ് ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തിലൂടെ നമുക്ക് പൂർവസൂരികളായിട്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ അറിവ് നേടാനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മാർഗങ്ങൾ, അറിവിലേക്ക് പരിപൂർണമായി എത്തിച്ചേരാൻ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവയോടുകൂടി തന്നെ കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കർമ്മം നൈഷ്കർമ്മ്യമാവിഷ്കൃതേ. അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജനനമില്ലാതെ, ഈ ജനന മരണാദി സംസാര കർമ്മങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും ജനിപ്പിക്കാതെ ആ പരമാർത്ഥ സംഗതിയെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നു. തത് ശൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര. തത് ശൃണ്വൻ, അങ്ങനെ ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ആ സത്യത്തെ ശൃണ്വൻ, കേൾക്കുക, പ്രപഠൻ, അർത്ഥവിചാരം ചെയ്യുക, പഠിക്കുക, കീർത്തിക്കുക,
പ്രപഠൻ വിചാരണപരോ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ നന്നായി ഉള്ളിലിട്ട് മനനം ചെയ്ത് അതിനെ ഉള്ളിൽ ഉറപ്പിക്കണം. എങ്ങനെ? ഭക്തിയാ വിമുച്യേന്നരഹ. ഭക്തിയോടുകൂടി വേണം ഇത് ഓരോന്നും പഠിക്കുന്നതും കേൾക്കുന്നതും അതേപോലെ വിചാരം ചെയ്യുന്നതുമൊക്കെ. അങ്ങനെ ചെയ്യുന്ന വിമുച്യേത് നരഹ, വിമുച്യേത നരഹ, അങ്ങനെയുള്ള നരൻ, മനുഷ്യൻ, അങ്ങനെ നമ്മൾ ഇതിനെ പഠിക്കുവാൻ ശ്രമിച്ചാൽ വിമുച്യത്തെ, ഈ ജനന മരണ സംസാര ചക്രത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കുന്നത് ഈ വിധത്തിൽ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കാം, പലപ്പോഴും നമ്മളൊക്കെ ശ്രീമദ് ഭാഗവതം കേൾക്കുവാനിരിക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴൊക്കെയെങ്കിലും മനസ്സ് പതറിപ്പോകാറുണ്ട്, മറ്റെവിടെയൊക്കെയോ പോകാറുണ്ട്. അങ്ങനെ കേട്ടാലോ? അല്പമെങ്കിലും ഉള്ളിൽ ചെന്നാൽ തന്നെ അതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ടാവുമെന്നുറപ്പാണ്. നമ്മുടെ ഉള്ളിൽ ശുദ്ധികലശം തുടങ്ങുമെന്നുറപ്പാണ്. അഗ്നി ഒരു പൊരിമതി എല്ലാത്തിനെയും ചാമ്പലാക്കുവാൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഒരല്പം കയറിയാൽ മതി, അത് ഒരറ്റത്തു നിന്നും അങ്ങോട്ട് തുടങ്ങുകയായി പിന്നീട് ഉള്ളിൽ ശുദ്ധികലശം. പക്ഷേ ആ ഒരിറ്റെങ്കിലും ഉള്ളിൽ ചെല്ലുന്നതെങ്കിലും പൂർണ്ണമായും ഭക്തിജ്ഞാന വൈരാഗ്യത്തോടു കൂടി തന്നെ ചെല്ലണമെന്ന് മാത്രം. മുഴുവനും ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ആ അല്പത്തിനുമുണ്ട് ഭാഗവതാമൃതത്തിൻ്റെ ഗുണം. ആ ചെറിയൊരു തുള്ളിയിലൂടെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ലഭിക്കുമെന്ന ഉറപ്പാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യദ്വൈഷ്ണവാനാം, യത് വൈഷ്ണവാനാമാണ്, പദം പിരിക്കേണ്ട. യദ്വൈഷ്ണവാനാം അതങ്ങനെ തന്നെ വായിക്കുക. അതേപോലെ പാരമഹംസ്യമേവം അമലം, പാരമഹംസ്യം ഏവം അമലമാണ്. അവിടെ മായയുടെ അമലം എന്നുള്ളിടത്തെ അകാരം, പാരമഹംസ്യം ഏവം മായയുടെ കാരം ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നൈഷ്കർമ്മ്യമാവിഷ്കൃതം, നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈ ഒരു തത്വത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ, അതിനെ അറിയുമ്പോൾ എന്താ ഗുണം? ആ കർമ്മങ്ങളൊക്കെ താനെ ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ടോ വീണ്ടും നമുക്ക് ഒരു ജനനം എടുത്തു വന്ന് അരുതാത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ഈ ചിന്ത, ഈ വിചാരം ഉള്ളിലുണ്ടാവട്ടെ. ഈശ്വരീയമായ കാര്യങ്ങളിൽ മനസ്സ് സദാ വ്യാപരിക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നെ വിമുച്യേന്നരഃ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 83-ാമത്തെ ശ്ലോകമാണ്. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസഃ അതഃ പിബന്തു സദ്ഭാഗ്യ മാമാ മുഞ്ചത കർഹിചിത്. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്തി അയം രസഃ. സ്വർഗത്തിലും സത്യലോകത്തിലും കൈലാസത്തിലും കഴിഞ്ഞില്ല, വൈകുണ്ഠേ വൈകുണ്ഠത്തിലും നാസ്തി അയം രസഃ, അയം ഈ രസത്തെ അവിടെ എങ്ങും നമുക്ക് ലഭിക്കുകയില്ല. സ്വർഗത്തിലാകട്ടെ, ബ്രഹ്മാവിൻ്റെ ലോകത്തിലാകട്ടെ, കൈലാസത്തിലാകട്ടെ, വൈകുണ്ഠത്തിലാകട്ടെ ഈ ഭാഗവത കഥാമൃത രസം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് അത് പിബത സദ്ഭാഗ്യ മാമാമുഞ്ചത കർഹിചിത്. അതുകൊണ്ട് അല്ലയോ സജ്ജനങ്ങളെ, മഹാഭാഗ്യശാലികളായിട്ടുള്ളവരെ, സദ്ഭാഗ്യ അല്ലയോ സുഹൃത്തികളായിട്ടുള്ള സജ്ജനങ്ങളെ, അതഃ പിബത
അതുകൊണ്ട് ഇത് ധാരാളം പാനം ചെയ്തുകൊള്ളുവിൻ. ഈ ദുർലഭമായിട്ടുള്ള അമൃതത്തെ നിങ്ങൾ വേണ്ടുവോളം പാനം ചെയ്യുവിൻ. ഈ അവസരം ലഭിക്കുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമേ ശ്രീമദ് ഭാഗവതമുള്ളൂ. അതുകൊണ്ട് വേണ്ടുവോളം പാനം ചെയ്തുകൊള്ളുവിൻ. മാമാ മുഞ്ചത കർഹിജിത്, മാമ അരുത് അരുത്, മുഞ്ചത കർഹിജിത്, ഒരിക്കലും ഇതിനെ ഒരു കാലത്തും ഉപേക്ഷിക്കരുത്. ഈ ഒരു ശ്രീമദ് ഭാഗവതത്തെ പഠിക്കുവാനും അറിയുവാനും കേൾക്കുവാനും കിട്ടുന്ന അവസരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. അവോളം പാനം ചെയ്തോളുവിൻ. കാരണം വൈകുണ്ഠലോകത്തിൽ പോലും ഈ ഒരു ഭാഗവത കഥാമൃത രസത്തെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇവിടെ വെച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം ധാരാളം എത്രമാത്രം നിങ്ങൾക്ക് കഴിയുമോ അത്രമാത്രം പാനം ചെയ്തുകൊള്ളുവിൻ എന്ന് ശ്രീശുക മഹർഷി നമ്മളോടായിക്കൊണ്ടാണ് ആഹ്വാനം ചെയ്യുന്നത്. നമ്മളെയും ഒക്കെ ഈ കരയിൽ നിന്നും ഈ ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ടുള്ള ആഹ്വാനമാണ് ശ്രീശുക മഹർഷിയുടെ ഈ കലികാലത്തുള്ളവർക്കുള്ള ഒരു സതുപദേശമാണിത്. അവിടെ നോക്കൂ, ശ്രീശുക മഹർഷി നമ്മളെയൊക്കെ വിളിക്കുന്നത് സദ്ഭാഗ്യ എന്നാണ്. അതായത് ഏറ്റവും ഭാഗ്യശാലികളായിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇതൊന്ന് വായിക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം കൈവരുന്നത്. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കുക, പരമാവധി കേൾക്കുക, പരമാവധി അതിനെ വിചാരം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കുക ഭഗവാനെ. അതുകൊണ്ട് ഈ ഒരു ജന്മം തന്നതിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തെ കയ്യിലെടുത്ത് നമുക്ക് ശ്രീശുക മഹർഷി പറഞ്ഞതുപോലെ ആവോളം പാനം ചെയ്യാം. ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസഃ അതഃ പിബന്തു സദ്ഭാഗ്യ മാമാ മുഞ്ചത കർഹിജിത്. ശ്ലോകം പൊതുവെ എളുപ്പമുള്ളൊരു ശ്ലോകമാണ്. ഇവിടെ രസ അത് രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ നാസ്തി അയം, നാസ്തി അയമാണ്. അതും അവിടെ ത്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 84-ാമത്തെ ശ്ലോകമാണ്. സൂതൻ വീണ്ടും കഥ തുടരുകയാണ്. നമുക്കത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ അത് തുടരാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.